നമ്മളെല്ലാവരും വളരെയധികം ബഹുമാനിക്കുന്ന ഒരു നേതാവാണ് ജി സുധാകരൻ. CPM എന്ന് വെട്ടിമാറ്റലിൻ്റെ ഇരയായി തീർന്ന അവസാനം അദ്ദേഹം ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ് നയിക്കുന്നതെങ്കിലും പല പൊട്ടിത്തെറികളും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇലക്ഷനിൽ ബാലറ്റ് അവർ പെട്ടി തുറന്ന് വോട്ട് മാറ്റി ചെയ്തു എന്ന് പറയുന്ന കാര്യം. അതിനെതിരെ ഇന്നലെ കേസെടുക്കാനൊക്കെ ഇലക്ഷൻ കമ്മീഷൻ വന്നെങ്കിലും അദ്ദേഹം എന്തോ പിശക് പറ്റിയതാണ്, ഭാവനയിൽ പറഞ്ഞതാണെന്നൊക്കെ പറയുന്നത്. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഇന്ന് രാവിലെ ഇപ്പം അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ കേസെടുത്തതിനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം കോട്ടയത്ത് നിന്നുള്ള നമ്മുടെ അനിൽകുമാറും അതുപോലെ തന്നെ നാസർ രാഘവൻ എന്ന് പറയുന്ന ആലപ്പുഴയുടെ CPM ജില്ലാ സെക്രട്ടറിയൊക്കെ വന്ന് തള്ളി പറയുന്നുണ്ട്. കേസെടുക്കാനേ പാടില്ലായിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷണർ അതിനകത്ത് ഇടപെടുകയും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇടപെടുകയും കേസെടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തപ്പോൾ കേസെടുക്കാതെ വേറെ വഴിയില്ല. എന്താണ് ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് കുറച്ച് സമയമെങ്കിലും ഞാൻ ജി സുധാകരനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് അല്ലാതെ ഈ ഫോണിലൂടെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഈ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അദ്ദേഹം വളരെ കൃത്യമായ ബോധ്യമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ബോധ്യമില്ലാത്ത ഒരു വാചകമോ ഒരു വാക്കോ ഒരക്ഷരം പോലും അദ്ദേഹം പറയില്ല. നന്നായി വായിക്കുന്ന കൃത്യമായി ബോധ്യമുള്ള ഒരാളാണ്. എന്നിട്ടും അദ്ദേഹം എന്തുകൊണ്ട് ഈ അടിയടിച്ചു എന്നുള്ളത് നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ വിചാരിക്കുന്നത്, അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഈ പറയുന്ന 36 കൊല്ലങ്ങൾക്ക് മുമ്പ് കൃത്യമായി പോസ്റ്റൽ ബാലറ്റ് ഓഫീസിൽ കൊണ്ടുവരികയും അവിടെ നിന്ന് തുറന്ന് ഞങ്ങളത് മാറ്റി ചെയ്യുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് നന്ദകുമാർ തോന്നുന്നുണ്ട് ഒരു ഭാവനയിൽ നിന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. കാരണം ഇത് വളരെ കൃത്യമായി അദ്ദേഹം അന്ന് വക്കം പുരുഷോത്തമൻ ആ ഇലക്ഷനിൽ ജയിച്ചു എന്നും KSTയുടെ നേതാവായിട്ടുള്ള പുള്ളി മത്സരിച്ചു എന്നും ദേവകുമാർ മത്സരിച്ചു എന്നും ആ മത്സരിച്ചിട്ട് അപ്പോഴാണ് ഇത് ചെയ്തത് എന്നുമൊക്കെ പറഞ്ഞു. ഞാൻ പറയുന്നത് ഈ ഇത്രയും വലിയൊരു ഭാവന നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം കൃത്യമായി ഈ പറഞ്ഞ ബാക്കി എല്ലാ കാര്യങ്ങളും ഭാവനയല്ല. അതായത് മറ്റേ പോസ്റ്റൽ ബാലറ്റ് കൊണ്ടുവന്ന് തുറന്നു നോക്കി എന്ന് പറഞ്ഞത് ഒഴിച്ചു വെച്ചാൽ വക്കം പുരുഷോത്തമൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്ന് പറഞ്ഞത് ഭാവനയല്ല. മറ്റേ പുള്ളി മത്സരിച്ചു KSTയുടെ നേതാവ് തോറ്റു എന്നുള്ളത് ഭാവനയല്ല. അപ്പൊ ഇതെല്ലാം കൃത്യമാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റതും കൃത്യമാണ്. പക്ഷേ അത് വീണ്ടും അതിൽ സ്റ്റാൻഡ് ചെയ്യുകയും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമുണ്ട്. കേസ് വരികയും ചിലപ്പോൾ ഒരുപക്ഷെ ജി സുധാകരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 75-ാമത്തെ വയസ്സിലാണ് പാർട്ടിയിൽ നിന്ന് പ്രായാധിക്യം മൂലം പുറത്താകുന്നത്. അപ്പോൾ ആ പ്രായമായ സമയത്ത് ചിലപ്പോൾ അദ്ദേഹത്തിന് ഇനി ജയിലിൽ പോകേണ്ടി വരികയൊക്കെ ചെയ്യും. പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ളത് ഞാൻ എൻ്റെ നിഗമനത്തിൽ വളരെ കൃത്യമാണ്. ഇത് ചർച്ചയാക്കണം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നു. അതായത് CPM-നെ പോലൊരു പാർട്ടി ഇലക്ഷനുകളെ അട്ടിമറിക്കാൻ പോലും ഇത്തരത്തിലുള്ള ഏറ്റവും അങ്ങേയറ്റത്തെ മ്ലേച്ഛമായിട്ടുള്ള പണികളടക്കമുള്ള പണികൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകളൊക്കെ തന്നെ കേൾക്കുന്നുണ്ട്. ആ കേൾക്കുമ്പോൾ അവർക്കെല്ലാം അറിയാം, ഈ നമ്മുടെ വോട്ടേഴ്സ് ID കാർഡും അതുപോലെ തന്നെ ആധാർ കാർഡും ഒക്കെ വരുന്നതിന് മുമ്പ് CPM-ന്റെ നിരന്തരമായ പണി എന്ന് പറയുന്നത് കള്ളവോട്ട് ചെയ്യലായിരുന്നു. ആ കള്ളവോട്ട് നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത സംഭവമൊന്നുമല്ല. പക്ഷെ അതിനും അപ്പുറത്തേക്ക് കള്ളവോട്ട് ചെയ്തെന്ന് മാത്രമല്ല, പോസ്റ്റൽ വോട്ടുകളിലും കൂടി, അതായത് വളരെ ചെറിയ സ്വാധീനം ഈ പോസ്റ്റൽ വോട്ടിലുണ്ടാവും, ആ പോസ്റ്റൽ വോട്ടുകളിലും കൂടി അവരുടെ അധികാരത്തിൻ്റെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ പറയുന്ന പോസ്റ്റൽ വോട്ടുകളിലും കൂടി ഇത്തരത്തിലുള്ള കൃത്രിമത്വം കാണിച്ചു, അല്ലെങ്കിൽ കാണിക്കുന്ന പാർട്ടിയാണ് CPM എന്ന് ഇവിടുത്തെ ജനങ്ങൾ ചർച്ച ചെയ്യണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ജി സുധാകരൻ തീരുമാനിച്ചു, ഉറപ്പിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഇനി അദ്ദേഹം ഇത് ബോധപൂർവം പറഞ്ഞാണെന്ന് മനസ്സിലാക്കാൻ എൻ്റെ അടുത്ത വാചകവും കൂടിയുണ്ട്. എന്താണ് പറഞ്ഞത്? ഇത് കേസ് വരുമെന്ന് എനിക്കറിയാം, പക്ഷെ കേസ് നേരിടാൻ ഞാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് അതിനുശേഷം ഉറപ്പായിട്ടും പാർട്ടിയിൽ നിന്നും മറ്റു പല കാര്യങ്ങളിൽ നിന്നും നോക്കുകയാണെങ്കിൽ ചില സമ്മർദ്ദങ്ങളുണ്ട്. ആ സമ്മർദ്ദങ്ങൾക്ക് അദ്ദേഹം വിധേയനാകേണ്ടി വരും. കാരണം അദ്ദേഹത്തിൻ്റെ ചില അവസ്ഥകൾ അതുപോലെയാണ്. അപ്പം അങ്ങനെ വിധേയനായതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പം തൽക്കാലം അത് മാറ്റി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം ഇവിടെയുള്ള സാധാരണ പബ്ലിക്കിന് മനസ്സിലായി, അതായത് ഈ തെരഞ്ഞെടുപ്പ് ജയത്തിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ചില ഉടായ്പകളും തരികിടകളും ഒക്കെ തന്നെ CPM അടക്കമുള്ള പാർട്ടി കാണിച്ചു വന്നു. ഇനി തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് പറഞ്ഞത് എന്താ? അതായത് ഈ ആറ്റിങ്ങലിൽ മത്സരിക്കാൻ വേണ്ടി ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ആദ്യം ചെയ്തത് അവിടെയുള്ള ഇരട്ട വോട്ടുകളെയും കള്ള വോട്ടുകൾ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളെയും ഞാൻ അടക്കുകയാണ് ചെയ്തത് എന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. ഇനി ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന KPCCയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടക്കുന്ന സമയത്ത് അടൂർ പ്രകാശ് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, എല്ലാ സ്ഥലങ്ങളിലും വോട്ട് ചേർക്കാനും കള്ളവോട്ട് തടയാനും നമ്മൾ പരിശ്രമിച്ചാൽ തന്നെ നമ്മൾ ഏതാണ്ട് ജയിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് ബേസിക്കലി ഇത് അത്ര ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് പക്ഷേ ഇത് ചർച്ചയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അനിൽകുമാറും വന്നിട്ട് ഇത് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, കേസെടുക്കേണ്ട ആവശ്യം
ഇല്ല. രണ്ടാമത് മറ്റേ നാസർ രാഘവൻ എന്ന് പറയുന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടറി വന്നിട്ട് പറയുന്നത് അദ്ദേഹം ഒരു അബദ്ധം പറ്റി പറഞ്ഞു പോയതല്ലേ, ഒരു ഭാവനയിലൂടെ പറഞ്ഞതല്ലേ, ആ ഭാവന എന്ത് ചെയ്തേ ഉള്ളൂ, ഈ പറയുന്ന പോലെ ഇപ്പൊ കാവ്യമാധവനായിരുന്നു എന്തൊക്കെ പുള്ളി പറയണ്ടേ. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, ഈ സംഭവം ഇത് എങ്ങനെയെങ്കിലും ഇപ്പൊ ഒന്ന് എന്ത് ചെയ്യണം, പ്ലേ ഡൗൺ ചെയ്ത് ആളുകളുടെ ഇടയ്ക്ക് വലിയ ചർച്ചയാക്കരുത്. പക്ഷെ ഞാൻ പറയുന്നു, ജി സുധാകരനത് ചർച്ചയാകണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആലോചിച്ചുറപ്പിച്ച് കൃത്യമായി പറഞ്ഞ വാചകമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയം. അതായത് പാർട്ടി കാലാകാലമായി ഇലക്ഷനിൽ ഇതേപോലെ അട്ടിമറി കള്ളവോട്ട് ചെയ്തും ഇതേപോലെ അട്ടിമറികൾ നടത്തിയിട്ടുമാണ് കേരളത്തിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതല്ലേ അദ്ദേഹം കൃത്യമായി അർത്ഥമാക്കിയത്. അല്ല, അതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന CPM-നെ പോലൊരു പാർട്ടി ജയിക്കാൻ വേണ്ടി ഏതൊരു മര്യാദകേടും കാണിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമായി പറയുന്നത്. ഇനി അദ്ദേഹത്തോട് അറിയാവുന്നവർക്കറിയാം, യഥാർത്ഥത്തിൽ CPM എന്ന് പറയുന്ന ഒരു പാർട്ടി അദ്ദേഹം എപ്പോഴും സൈദ്ധാന്തികമായിട്ടാണ് വിലയിരുത്തുന്നത്. ഈ സൈദ്ധാന്തികമായി വിലയിരുത്തുമ്പോൾ CPM-ന്റെ പരിപാടിയിൽ പറയുന്നത് എന്താണെന്നറിയോ, പാർട്ടിയുടെ നയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിലൊന്നും ജയിക്കണമെന്നില്ലെന്നാണ്. പകരം തെരഞ്ഞെടുപ്പുകൾ പോലും ഒരു ആശയപ്രചരണത്തിനുള്ള ആയുധമാക്കി മാറ്റാൻ വേണ്ടിയാണ് അവർ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതെന്നാണ്. പക്ഷേ അതൊന്നുമല്ല എന്നും അധികാരത്തോടുള്ള ആക്രാന്തവും അത്യാർത്ഥിയും കൊണ്ടിട്ട് ഈ പറയുന്ന എന്ത് വക്രത്തരം കാണിച്ചും തെരഞ്ഞെടുപ്പിൽ അധികാരം മേടിക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്നുള്ളത് കൃത്യമായി അടിവരയിട്ട് പറഞ്ഞു വെക്കുകയാണ് ജയരാജൻ ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന ജി സുധാകരൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് തന്നെയാണ് അദ്ദേഹം അർത്ഥമാക്കിയിട്ടുള്ളത്. അത് ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു, ചർച്ചയാക്കി. അതിനുശേഷം യഥാർത്ഥത്തിൽ അദ്ദേഹം ജയിലിൽ പോകാൻ തയ്യാറായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ജയിലിൽ പോവുക എന്ന് പറയുന്നതൊക്കെ പിന്നെ വീട്ടിലേക്ക് വരുമ്പോഴും ബാക്കിയുള്ള ഒരുപാട് സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ട് അദ്ദേഹം തൽക്കാലത്തേക്ക് അത് മാറ്റിവെച്ചു. പക്ഷെ ജനത്തിന് മനസ്സിലായി അദ്ദേഹം പറഞ്ഞതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന്. അത് കൃത്യമായി അദ്ദേഹം പറയുമ്പോൾ തന്നെ അദ്ദേഹം ഒരു കേസ് വന്നാൽ അദ്ദേഹം രക്ഷപ്പെടാനുള്ള പഴുതുകളും ഉണ്ടാക്കി എന്നല്ലേ കരുതുന്നത്? അതെ അതെ അതെ. അല്ല, ഈ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോൾ പറയുകയാണ്, അദ്ദേഹത്തെ പോലെ 75 വയസ്സ് കഴിഞ്ഞ് 80 വയസ്സിനോട് അടുക്കാറുള്ള ഒരാൾ പറയുകയാണ്, ഞാനിത് അറിയാതെ പറഞ്ഞു പോയതാണ്, എന്റെ ഭാവനയിൽ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞാൽ ഈ കേസ് മുന്നോട്ടൊന്നും എവിഡൻസ് അവർ കൊണ്ടുവരണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല. 36 വർഷത്തെ തെളിവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യം. 10 കൊല്ലം മുമ്പുള്ള കാര്യം ഇവിടെ തെളിയിക്കാൻ പറ്റില്ല. അപ്പൊ ഇനി 36 കൊല്ലം ക്രൈം തെളിയിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ 36 വർഷം എന്ന് പറഞ്ഞാൽ അന്ന് ഉള്ള ആളുകൾ ജീവിച്ചിരിപ്പില്ല. ഞാൻ പറയുന്നത് എന്താ പറയാ, 36 മാസം മുമ്പാണെങ്കിലും ഇനി 36 ദിവസം മുമ്പാണെങ്കിലും ഇത് തെളിയിക്കാൻ പറ്റില്ല. കാരണം എന്താ, ഇതില് CPM-ന്റെ യൂണിയനിലുള്ള ആളുകളാണ് ഇതിൽ എന്ത് ചെയ്തേക്കുന്നത്, ബന്ധപ്പെട്ടേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നാളെ ഇനി പിണറായി വിജയന്റെ പോലീസ് ഇപ്പൊ കേസെടുക്കാൻ പറഞ്ഞുകൊണ്ട് കേസെടുത്തു എന്നുള്ളതല്ലാതെ SI ചാടി ഇറങ്ങി ഇതിന്റെ തെളിവുകളൊക്കെ ശേഖരിച്ച് ഇവരൊക്കെ അറസ്റ്റ് ചെയ്യുമെന്നും നമ്മൾ വിചാരിക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ. ഈവൻ 51 വെട്ടുവെട്ടി കൊന്ന കൊലപാതക കേസിൽ പോലും യഥാർത്ഥ ഗൂഢാലോചന പ്രതികളൊന്നും ശിക്ഷിക്കപ്പെട്ടില്ല. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഉണ്ടാവില്ല എന്നറിയാവുന്ന ജി സുധാകരൻ കൃത്യമായി ഇതുകൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPM-ന്റെ പരിപാടികളും CPM-ന്റെ നടപടികളും ഒക്കെ ഇങ്ങനെയാണ്, ഈ വൃത്തികെട്ട ആളുകൾ എന്ത് പണിയും കാണിക്കും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എന്നുള്ളത് കൂടി ഇൻഡയറക്ട്ലി പറഞ്ഞു വെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ജി സുധാകരൻ ഇതേപോലുള്ള കാര്യങ്ങൾ തുടർന്നും പറയുകയാണെങ്കിൽ അത് പാർട്ടിക്ക് വലിയ നിലനിൽപ്പിന് തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്നല്ലേ കരുതേണ്ടത്? അല്ല, ഇതിൽ പാർട്ടിക്ക് പറ്റിയിട്ടുള്ള വലിയൊരു അപകടമുണ്ട്. അതെന്താ വെച്ചാൽ ജി സുധാകരനെ പോലെ പാർട്ടി തന്നെ പലപ്പോഴും പാർട്ടി തന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് അദ്ദേഹം ഒട്ടും കറപ്റ്റ് അല്ലാത്ത ഒരാളാണ്, അദ്ദേഹം സത്യം പറയുന്ന ഒരാളാണ്, അദ്ദേഹം നന്നായി വായിക്കുന്ന വിവരമുള്ള ഒരാളാണ് എന്നൊക്കെ പറയുന്ന ഒരു ഇമേജുകളുണ്ട്. ആ ഇമേജുകളൊക്കെ തന്നെ ഇനി ഒരു സുപ്രഭാതത്തിൽ പാർട്ടിക്ക് തന്നെ മറിച്ചു പറയൽ അസാധ്യം ആണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നന്ദകുമാറിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ 10 കൊല്ലമായി വളരെ നല്ല അഭിപ്രായം പറയുകയും 11ാമത്തെ ഒരു മാസം എത്തുമ്പോൾ കറക്റ്റ് എനിക്ക് തിരിച്ചു പറയുകയും ചെയ്യൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പാർട്ടി ഇപ്പോൾ അവിടെ എത്തിച്ചേർത്തിരിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ എന്താണ്, ജി സുധാകരൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഇപ്പോഴും അവിടുത്തെ ഒരു ആലപ്പുഴയിലേക്ക് സാധാരണക്കാരായിട്ടുള്ള വോട്ട് ബേസിനെയും അതുപോലെ കേരളത്തിൽ തന്നെയുള്ള ഒരു വോട്ട് ബേസിനെയും ഒക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഇമേജ് ഉണ്ട് എന്ന് പാർട്ടി വിചാരിക്കുന്നതുകൊണ്ടാണ് പാർട്ടി സത്യത്തിൽ ജി സുധാകരനെ തള്ളിപ്പറയുകയോ ഒരു നടപടി എടുക്കുകയോ ഒന്നും ചെയ്യാത്തത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. നേരത്തെ ഒരു അധികാര കേന്ദ്രം എന്ന് പറയുന്നത് പിണറായി വിജയൻ മാത്രമായിരുന്നു CPM-ൽ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. കാരണം MA ബേബി എന്ന് പറയുന്ന ഒരു അധികാര കേന്ദ്രം കൂടി വന്നുകൊണ്ട് MA ബേബി കഴിഞ്ഞോണം വന്നപ്പോൾ ആദ്യം പോയി കണ്ടത് ഈ പറയുന്ന ജി സുധാകരനാണ്. അപ്പൊ അത്തരത്തിൽ കാണുന്നു, ജി സുധാകരനെ കുറിച്ച് പ്രകീർത്തിക്കുന്നു, അദ്ദേഹം മഹാനായ ഒരാളാണെന്ന് പറയുന്നു, പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാണെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് അവിടുത്തെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയും അവിടുത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന അനിൽകുമാറും ഒക്കെ കൂടി വന്നിട്ട് ഇദ്ദേഹം വളരെ മോശക്കാരനാണ് എന്ന് പറയൽ അസാധ്യമാണ്. അങ്ങനെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ പറയുന്ന പോലെ നമ്മൾ പറയില്ലേ മറ്റേ മധുരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കഴിച്ചിട്ട് ഇറക്കാൻ മറ്റേ തുപ്പാനും പറ്റില്ല, കഴിച്ചിട്ട് ഇറക്കാൻ വയ്യ എന്ന് പറയുന്ന പോലെ ആ ഒരു അവസ്ഥയിലാണ് ജി സുധാകരന്റെ കാര്യത്തിൽ. പക്ഷെ അദ്ദേഹത്തെ കഴിയുന്നതും മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കാതെ മാറ്റി നിർത്തുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇനി സംഭവിക്കാൻ പോകുന്നത് അതാണ് പലപ്പോഴും. അതായത് ജി സുധാകരൻ എന്ന് പറയുന്ന സത്യസന്ധനായ നമ്മുടെ പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആളുകളെ പോലെ പോരാട്ടം നടത്തി, ജനങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയ ഒരാളെ വെട്ടിമാറ്റി എല്ലാ തരത്തിലും അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിൻ്റെ തിരിച്ചടിയല്ലേ അദ്ദേഹം ശരിക്കും കൊടുക്കുന്നത്? അല്ല, ഇത് യഥാർത്ഥത്തിൽ ജി സുധാകരൻ എന്ന് പറയുന്ന ആൾക്ക് വ്യക്തിപരമായി ഇവരൊക്കെ കൂടി തെക്കി അദ്ദേഹത്തെ പുറത്താക്കിയതും, പിന്നെ പുറത്താക്കിയെന്ന് മാത്രമല്ല നന്ദകുമാർ, അദ്ദേഹത്തെ ശരിക്കും അപമാനിച്ചാണ് പുറത്താക്കിയിട്ടുള്ളത്. ഇപ്പൊ എളമര കരീമിന്റെ ഒക്കെ കമ്മീഷൻ വെക്കുകയും ആ കമ്മീഷനിൽ ഇദ്ദേഹം തെറ്റുകാരനാണെന്ന് കണ്ടെത്തുകയൊക്കെ ചെയ്തു. അപ്പൊ ഇദ്ദേഹം പറയുന്നത് 10-27 ലക്ഷം രൂപ ഞാൻ പിരിച്ചു കൊടുത്തതാണ് ഒന്ന്. രണ്ടാമത്തേതെന്ന് പറയുന്നത് അപ്പോഴും തെരഞ്ഞെടുപ്പിൽ എക്സലാം ജയിച്ചതാണ്. ജയിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ജയിച്ചു, എന്നിട്ടാണ് പരാതിയുമായിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ പരാതി, എച്ച്സലാം എന്ന് പറയുന്നത് ഒരു മുസ്ലിമും അവിടെ ഹിന്ദു വോട്ട് ബേസ് വളരെ കൂടുതലുള്ള സ്ഥലമാണ്, പക്ഷെ എന്നിട്ടും അവിടെ ജയിച്ചതാണ്. അപ്പൊ അങ്ങനെ ജയിക്കുന്ന ഒരു മണ്ഡലത്തിലാണ് ഈ പരാതിയുമായിട്ട് പോയത്. അത് തന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അദ്ദേഹം വിചാരിക്കുന്നത്. അതായത് മനഃപൂർവ്വം അദ്ദേഹത്തെ ആരോപണങ്ങൾ ഉണ്ടാക്കി അപമാനിച്ച് പാർട്ടിയിൽ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് പിണറായി വിജയൻ കറക്റ്റ് ചെയ്തത്. അതാണ് പിണറായി വിജയന്റെ വലങ്കയ്യായ എളമരം കരീമിനെ കൊണ്ട് തന്നെ അത്തരം ആരോപണങ്ങൾ ഉണ്ടാക്കി സത്യമാണെന്ന് കൊണ്ടുപോവുകയും നടപടി എടുക്കുകയും ചെയ്തത്. അതെ, നടപടി എടുത്തു എന്ന് മാത്രമല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ CPM-ന്റെ ഒക്കെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പറയാതെ അവരൊരുപാട് ഉപദ്രവിക്കും എന്ന് പറഞ്ഞാൽ നേരിട്ട് ഇപ്പോൾ നമ്മൾ പറയുകയാണ് നിങ്ങൾ ഇത് മാറിയിരിക്കും എന്ന് പറയില്ല. പകരം പല സ്ഥലങ്ങളിലും അവഗണിക്കുക. ഇപ്പോൾ വലിയ പാർട്ടി മെമ്പർമാരുടെ പരിപാടികൾ, പാർട്ടി പരിപാടികളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ അവഗണിക്കുക, ഇദ്ദേഹത്തെ കഴിയുന്നത്ര പരിപാടികൾക്ക് വിളിക്കാതിരിക്കുക, ഏരിയ സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനത്തിന് വിളിക്കാതിരിക്കുക, പലപ്പോഴും ഇദ്ദേഹത്തിന് വീട്ടിൽ കൊണ്ട് നോട്ടീസ് കൊടുക്കുക. അപ്പോൾ അത്തരം ഞാൻ പറയുന്നത് ചെറിയ ചെറിയ അപമാനങ്ങളൊക്കെ അടക്കം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു നെരിപ്പോടായി നിൽക്കുന്നതുകൊണ്ടാണ് ഇദ്ദേഹം ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് അബദ്ധം പറ്റിയതല്ല, കൃത്യമായി ജനങ്ങൾ ഇത് ചർച്ച ചെയ്യട്ടെ എന്ന് അദ്ദേഹം വിചാരിച്ചു. ഇത് മാത്രമല്ല, ഇനിയും ധാരാളം സംഭവങ്ങൾ വരും, അദ്ദേഹം പറയും എന്ന് നമുക്ക് കാത്തിരിക്കും. കാരണം പിണറായി വിജയൻ പേടിക്കുന്ന അല്ലെങ്കിൽ പാർട്ടി പേടിക്കുന്ന പല രഹസ്യങ്ങളും നാളത്തേക്ക് പാർട്ടിക്ക് ദോഷമായി തീരുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തെ അത്രയും അപമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത്രയും സത്യസന്ധനായ ഒരു നേതാവാണ് ജി സുധാകരനെ നമ്മളെല്ലാവരും വിലയിരുത്തുന്നത്, പ്രതിപക്ഷം വിലയിരുത്തുന്നത്. അതെ അതെ, അല്ല പ്രതിപക്ഷത്തെ ആളുകളാണെങ്കിലും ഈവൻ അവിടുത്തെ BJP സംഘടനയാണെങ്കിലൊക്കെ പോലും ജി സുധാകരന് അവരൊരു വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, സംശുദ്ധനായ രാഷ്ട്രീയ പ്രവർത്തനം നയിച്ച ഒരാൾ എന്നുള്ള നിലക്ക് എല്ലാ രാഷ്ട്രീയക്കാർക്കും അതുണ്ട്. ഇപ്പോൾ AK ആന്റണിയാണെങ്കിലും അല്ലെങ്കിൽ VM സുധീരനാണെങ്കിലും ഒക്കെ തന്നെ പൊതുവെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു വലിയ തോതിലുള്ള ബഹുമാനമുണ്ട്. ആ ബഹുമാനം ഇദ്ദേഹത്തോട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം പലപ്പോഴും പല അടികളും ഇതുപോലെ അടിച്ചിട്ടുണ്ട്. ഇനിയും അദ്ദേഹം ഇത് തുടർന്നും ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജി സുധാകരനെ തള്ളിപ്പറയാനും പാർട്ടിക്ക് പറ്റില്ല, അതേസമയം ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഓൺ ചെയ്യാനും പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അല്ല, നമ്മൾ മറ്റൊരു കാര്യം കൂടി പേടിക്കേണ്ടതുണ്ട്. ഇത്തരം ആളുകളെ അപായപ്പെടുത്തുക എന്നുള്ള പരിപാടികളും പാർട്ടി നടത്താറുണ്ട്, ധാരാളം സംഭവങ്ങളുണ്ട്. അതുപോലെ സംഭവം ഉണ്ടായിത്തീരുമോ? അല്ല, അതൊന്നും നന്ദകുമാർ ജി സുധാകരനെ പോലുള്ള അടുത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പം അങ്ങനെ ഒരു വലിയ രീതിയിൽ ഇപ്പം എന്തുകൊണ്ടാണ് ചന്ദ്രശേഖരനെതിരെ TP ചന്ദ്രശേഖരൻ ചെയ്യണമെന്നില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് TP ചന്ദ്രശേഖരനെ പോലുള്ള ആൾക്കെതിരെ അത്ര നടപടി എടുത്തത് പറയുന്നത് പോലെ എളുപ്പമല്ലല്ലോ. അങ്ങനെയുണ്ടെങ്കിൽ VS അച്യുതാനന്ദനെ പോലെയുള്ള ആളുകൾക്കെതിരെയും ഒക്കെ പലർക്കും അവിടെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതൊന്നും നടക്കുന്ന ഒരു കാര്യമല്ല, പ്രത്യേകിച്ച് കേരളം പോലൊരു സമൂഹത്തിൽ. ഇപ്പം തുറന്ന് ഞാൻ നന്ദകുമാരോട് പറഞ്ഞാൽ എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയാവുന്ന ഒരാളോട് മറ്റൊരാൾ ഉപദേശിച്ചത് എന്ന് പറഞ്ഞാൽ വളരെ ഓപ്പണായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ KM ഷാജഹാനോട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രേയാംസ് കുമാറിൻ്റെയൊക്കെ ഫാദർ വീരേന്ദ്രകുമാർ ഉപദേശിച്ച ഒരൊറ്റ കാര്യമാണ്, നിങ്ങൾ പൊതുമണ്ഡലത്തിൽ നിൽക്കൂ, അതായത് നിങ്ങൾ അതിൽ നിന്ന് ഒരിക്കലും ഫെയ്ഡ് ഔട്ട് ആകരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ നിരന്തരമായി ശബ്ദിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഭീഷണിയാണെന്നാണ്. അപ്പം നിരന്തരമായി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ, ജനം ശ്രദ്ധിക്കുന്ന ആളുകളെ ഒരു ഉത്തരേന്ത്യയിലേക്ക് കാണുന്ന പോലെയൊന്നും കൈകാര്യം ചെയ്യൽ ഇവിടെ എളുപ്പമല്ല. താങ്കൾ പറഞ്ഞ പോലെ ഇനി അപായപ്പെടുത്തുക എന്നുള്ളതല്ല, മറ്റേതെങ്കിലും തരത്തിലും ഇല്ലാതാക്കാനുള്ള അസുഖങ്ങളടക്കം വരുത്താൻ അല്ല, അതൊന്നും ഇവിടെ എളുപ്പമുള്ള കാര്യമല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് സാധ്യത ഇല്ലാത്തതിൻ്റെ ഒരു കാര്യം, ഇപ്പം ഞാനും നന്ദകുമാറൊക്കെ ഇവിടെ നിന്ന് സംസാരിക്കുന്ന പോലെ ആ ധൈര്യത്തിലാണ്. എന്താ വെച്ചാൽ കേരളത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എളുപ്പമല്ല. ഇപ്പോൾ വ്ളാദിമിർ പുട്ടിനൊക്കെ ചെയ്ത പോലെയുള്ള പരിപാടികളൊന്നും ഇവിടെ ചെയ്യൽ എന്നുള്ള കാര്യമല്ല, എളുപ്പമുള്ള കാര്യം അല്ല. അങ്ങനെ എളുപ്പമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയ തോതിലുള്ള തിരിച്ചടിയായി CPM-നെയൊക്കെ ബാധിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം തന്നെ എത്രയോ കാലം CPM-നെ ഇനി വേട്ടയാണ്, ഇല്ലേ? എത്രയോ കാലം CPM-നെ വേട്ടയാണ്. ഇപ്പോൾ വടകര പോയി എന്നുള്ളത് മാത്രമല്ല, ജീവിതത്തിൽ എന്തെങ്കിലും അക്രമ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കാൻ അവർക്ക് ഇല്ലാതായി പോകുന്ന ഏറ്റവും വലിയ കാര്യമാണ് അതെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട്
അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇനി പെട്ടെന്ന് പോകാൻ എളുപ്പമുള്ള കാര്യം. അതായത് എത്രമാത്രം നിശബ്ദനാക്കാൻ ശ്രമിച്ചാലും, എത്രമാത്രം അദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിച്ചാലും, അദ്ദേഹം പുറത്തുവിടുന്ന കാര്യങ്ങൾ പാർട്ടിക്ക് വലിയ ഭൂകമ്പം ഉണ്ടാക്കുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ അല്ലാതെ എന്താ പറയുക, ഇതിലൊരു കാര്യം കൂടി പറയും. ഇപ്പൊ നിശബ്ദനാക്കുക, ശാരീരികമായി ഇല്ലാതാക്കുക എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ലോകത്തെല്ലായിടത്തും പലപ്പോഴും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ അസുഖത്തിലാക്കുക, നമ്മളെ നമുക്ക് സംസാരിക്കാൻ പറ്റാതാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രമിച്ചിട്ടുള്ള എല്ലാ ആളുകളും പരാജയപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ, ഇത് ഒരാളെ നിശബ്ദനാക്കുമ്പോൾ വേണമെങ്കിൽ 10 പേര് എന്ത് ചെയ്യും, ഉയർത്തെഴുന്നേക്കും എന്നുള്ളതാണ് ചരിത്രം. ഇപ്പൊ ടി.പി. ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നെങ്കിൽ പാർട്ടിക്ക് ഇത്ര വലിയ ഡാമേജ് ഉണ്ടാവില്ലായിരുന്നു, വടകരയിലെ ഒരു MLA പോകില്ലായിരുന്നു. അപ്പൊ അത്തരത്തിൽ കെ രമ എന്ന് പറയുന്ന ഒരു MLA അവിടെ നിന്നുണ്ടാകുന്നു, കൂടുതൽ ആളുകളുടെ എന്ത് ചെയ്യുന്നു, ഇപ്പൊ പിന്തുണ കിട്ടുന്നു എന്നുള്ളത് മുതൽ തീർച്ചയായിട്ടും അത് സംസ്ഥാനമൊട്ടുക്കും വീണ്ടും 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 ചർച്ച ചെയ്യുന്ന ഒരു കാര്യമായി മാറുന്നു എന്നുള്ളതാണ് ചരിത്രം. അതുകൊണ്ട് അങ്ങനെയുള്ള നടപടികളിലേക്കൊന്നും CPM ഈ കാലത്ത്, ബുദ്ധിയുള്ള CPM നേതാക്കന്മാർ കുറച്ചെങ്കിലും ഉള്ളതുകൊണ്ട് ആ പോകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് വലിയ മണ്ടത്തരത്തിൽ അവസാനിക്കും. എന്തായാലും സത്യസന്ധമായ ജീവിതം നയിച്ച, രാഷ്ട്രീയ ജീവിതം നയിച്ച ജി സുധാകരൻ ഇപ്പോഴത്തെ പാർട്ടി എന്ന് പറയുന്നത് ഭരിക്കുന്ന പാർട്ടി ഗുണ്ടാ പാർട്ടി എന്നുള്ള ലെവലിലേക്ക് പോകുമ്പോൾ തീർച്ചയായും തലവേദന തന്നെയാണ്. അദ്ദേഹം ഇനിയും ഇത്തരം തലവേദനകൾ തുറന്നു പറയും എന്നുള്ള കാര്യം സംശയമില്ല. നന്ദി, നമസ്കാരം.